അതെ, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. ഓ, അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത്? കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കോളുന്നേ. അയ്യ, അതല്ല, ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ല. പിന്നെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ, എരുമേലി പറഞ്ഞിട്ട്. എടാ, നിന്നോട് ആരെടാ പറഞ്ഞ എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന്? അത് റാവത്തേടെ മുമ്പിൽ വെച്ച്. അയാൾ എങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും കൊന്നേനും നിന്നെയും കൊന്നേനും ആ വന്നവന്മാരെയും കൊന്നേനും. അത് ഞാൻ അറിഞ്ഞു. അയാളിപ്പം ജയിലിൽ തുറന്നു വിടുന്നു. എന്തൊരു വാടക? നിന്നോട് വാടകക്കാരെയും കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞോ? എന്റെ മോക്കൊരു ചെറുക്കനെയും കൊണ്ട് വരാമെന്നും പറഞ്ഞ് എന്നോട് കാശം മേടിച്ചോണ്ട് പോയോ? എന്നോടാ നീ? എന്റെ മാധ്യമേ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായി പോയല്ലോ. കൊയ്യെന്ന് വിടറ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വിയറ്റ്നാം കോളനിയിലെ ഒരു പെണ്ണിനെ കെട്ടാൻ മാനവും മര്യാദയുള്ള ഒരു ചെറുക്കൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടല്ലേ വാടകയ്ക്ക് നിങ്ങളെ മാളിയന്റെ മുകളില് കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ താമസിക്കുമ്പോ അവന്റെ കൽബ് കയറി താമസിക്കാൻ നിങ്ങളെ മോള് വിചാരിച്ചാ പറ്റൂലില്ല വാദ്യമ്മേ? പത്രപ്പണ്ടാരത്തിന്റെ മോളെ ഷിപ്പ്യാർഡിൽ എഞ്ചിനീയർ എങ്ങനെയാ കല്യാണം കഴിച്ചുകൊണ്ട് പോയത്? പ്രണയം. പ്രേമം. ഈ പ്രേമം കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ വലിയ വലിയ വീടുകളിൽ പോയി തമ്പുരാട്ടിമാരെ കഴിയാൻ. നമ്മൾ കൊണ്ടുവന്ന ആൾ ആരാന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവൻ ബ്രാഹ്മണന്മാര്. കഥ എഴുതുന്ന പണിക്കാര്. പേര് കൃഷ്ണമൂർത്തി. എന്താ മോശ? എന്തത്ര പേര് ആലോചിച്ചേ? നിങ്ങൾ വേണ്ടെങ്കിൽ പറ്റൂല എന്ന് പറയും. ഈ കോളനിയിൽ വേറെ വീടില്ലേ? അവിടുത്തെ ഏതെങ്കിലും പെണ്ണ് കിട്ടിയോട്ട് ബാക്കിയോ? പറ്റൂലെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് അവനെ ഇവിടെ താമസിപ്പിക്കുന്നത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ റാവത്തരും ജോണും ഫ്രാങ്കും ഒക്കെ സമ്മതിക്കുവോന്നാ? സമ്മതിപ്പിക്കണം. നിങ്ങളെ മകൾക്ക് വേണ്ടി നിങ്ങളൊരു ഡിസ്ക് എടുക്കണം. ആദ്യമേ ഡിസ്ക് എടുക്കണം.